ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു വഴി അവൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പോകേണ്ടുന്ന ഒരു വഴി. അതുകൊണ്ടാണ് ഭക്തന്മാർ പറയുന്നത്, ദൈവമേ നീ എന്നെ ഒന്ന് അറിയിച്ചതാ, ഞാൻ ഏതുവഴിയാണ് പോകേണ്ടത്, എൻ്റെ വഴി എന്താണ്? നമ്മുടെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി. ഇപ്പം നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ധാരാളം വഴികളുണ്ട്, നമ്മുടെ ബുദ്ധിയുടെ വഴികളുണ്ട്. എന്നാൽ പലപ്പോഴും അത് പരാജയപ്പെട്ടു പോകും. ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ദൈവഹിതം മനസ്സിലാക്കി പോകുന്ന ഒരു വ്യക്തി, ദൈവത്തിൻ്റെ വഴി അത് തികവുള്ളതാണ്. അപ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കാൻ ഇവിടെ ദാവീദ് ദൈവത്തോട് ചോദിക്കണം, എന്താണ് ആ വഴിയുടെ പ്രത്യേകത, എന്താണ് ദൈവത്തിൻ്റെ വഴിയുടെ പ്രത്യേകത? അതിവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 5-ാമത്തെ വാക്യത്തിൽ ആ വഴി എന്താണ്? നിന്റെ സത്യത്തിൽ എന്നെ. ഇപ്പൊ ദൈവത്തിൻ്റെ വഴി എന്ന് പറയുന്നത് സത്യത്തിൻ്റെ വഴിയാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ദൈവത്തിൻ്റെ വഴി എന്താണ്? നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും അസത്യം വരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വഴിയല്ല. മനസ്സിലാകുന്നുണ്ടോ? സത്യമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന, പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലായിക്കോണം, അതിനകത്ത് ദൈവത്തിൻ്റെ വഴിയല്ല. അപ്പൊ ദൈവത്തിൻ്റെ വഴി എന്ന് പറയുന്നത് സത്യത്തിൻ്റെ വഴിയാണ്. അതാണ് നിന്റെ സത്യത്തിൽ ആപം. അപ്പൊ ദൈവത്തിൻ്റെ വഴി എന്താണ്? സത്യത്തിൻ്റെ വഴി. അവിടെ അസത്യമില്ല, അവിടെ കള്ളത്തരമില്ല, അവിടെ ഒരു വക്രതയുമില്ല. അവിടെ ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണ്.